പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ അതിവേഗമേ ധർമ്മസ്ഥലയിലേക്ക് പോവുക. കാരണം ഈ ധർമ്മസ്ഥലയിലെ കേസ് അന്വേഷിക്കുന്ന SIT സംഘത്തിലെ ഉദ്യോഗസ്ഥനെതിരെ ഇപ്പോൾ ഒരു പരാതി വരികയാണ്. സാക്ഷിയുടെ അഭിഭാഷകരിൽ ഒരാളാണ് പരാതി നൽകിയിരിക്കുന്നത്. സിർസി സ്റ്റേഷനിലെ ഇൻസ്പെക്ടറും SIT അംഗവുമായ മഞ്ജുനാഥ ഗൌഡയ്ക്കെതിരെയാണ് പരാതി പിൻവലിക്കാൻ ഉദ്യോഗസ്ഥൻ സാക്ഷിയെ നിർബന്ധിച്ചു എന്നാണ് ആരോപണം. സരീഷ് പേക്കെയാണ് വിവരങ്ങളുമായി ചേർന്നത്. സരീഷ്, ഈ ധർമ്മസ്ഥലയിൽ പരിശോധനകൾ തുടരുകയാണ്. നിർണായകമായ ഘട്ടത്തിലേക്ക് ആ പരിശോധന എത്തി നിൽക്കുകയും ചെയ്യുമ്പോഴാണ് സാക്ഷിയുടെ ഉദ്യോഗസ്ഥനെതിരെ ആയിട്ടുള്ള പരാതി വരുന്നത്. എങ്ങനെയാണ് ഈ പരാതി? ഈ സാക്ഷിയെ ഈ കസ്റ്റഡിയിൽ വെച്ച് അദ്ദേഹത്തോട് ഈ വീഡിയോ ചിത്രീകരിക്കുകയും അദ്ദേഹത്തോട് ഈ പരാതിയിൽ നിന്ന് പിന്മാറണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ വധിക്കും, അദ്ദേഹത്തെ കുടുംബത്തെ ഇല്ലാതാക്കും തുടങ്ങിയ കാര്യങ്ങൾ ഈ സാക്ഷിയോട് ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്നുള്ളതാണ്. CRC സ്റ്റേഷനിലെ ഇൻസ്പെക്ടറും SIT അംഗമായ മഞ്ജുനാഥ ഗൌഡയാണ് ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ അഭിഭാഷകൻ തന്നെ പറയുന്നത്. ഇപ്പോൾ നമുക്ക് ആക്ഷൻ കമ്മിറ്റിയുടെ അംഗമായ ജയന്ത് കൂടി ചേരുകയാണ്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് സാർ, ഇത് ഒരു മാസം ആവാനായി FIR ആയിട്ട് 3-ാം തീയതി ആകുമ്പം ഒരു മാസമാവും എന്ന് പറഞ്ഞാൽ ദക്ഷിണ കന്നഡ ജില്ലെ ബിಳ್ತಂಗಡ താലൂಕು ധർമ്മസ്ഥല ഗ്രാമത്ത് ഒരു റേപ്പ് ആൻഡ് മർഡർ എന്ന് പറയാം. പിന്നെ ബിഷുക്കരെ കൊന്ന് കുഴിച്ചിട്ട കാര്യത്തിൽ ഒരു പുള്ളി മുമ്പിൽ വന്നായിരുന്നു സാക്ഷിയായിട്ട് ഞാൻ പറഞ്ഞിട്ട് പുള്ളീൻ്റെ കൊച്ചിൻ്റെ മണ്ടയിലും റേപ്പ് ചെയ്യാൻ വന്നതും കൊണ്ട് പുള്ളി ഇവിടെ നിന്ന് വിട്ടുപോയത്. അങ്ങനെയായിട്ട് ആ പുള്ളി ഞങ്ങളെ ഈ സൗജന്യപ്ര പോരാട്ടം 13 വർഷം കൊണ്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇപ്പം ഒത്തിരി സ്ട്രെങ്ത്തായി. അന്നേരം പുള്ളിക്ക് ധൈര്യമായി, ഓക്കെ ഇനി എനിക്ക് ചെന്ന് പറയാം, എന്നെ ആരും ഒന്നും ചെയ്യല എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതി വന്നു. ആ രീതി വന്ന് ഇത് വക്കീലിൻ്റെ അടുത്ത് പോയി. വക്കീൽ ഓക്കെ സ്ട്രെങ്ത്ത് കൊടുത്തു, ഞാൻ ചെയ്യാം, ഞാനും കണ്ടുകൊണ്ട് എല്ലാം ഞങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവം ഇത് ഇവിടെ ധർമ്മസ്ഥലം നടന്നുകൊണ്ടിരിക്കുന്നത്, അത് എനിക്ക് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് പുള്ളി മുമ്പിൽ വന്നിട്ട് അവന് വേണ്ട കാനൂന് രീതിയിൽ എന്താ വേണ്ട അതെല്ലാം ചെയ്തു കൊടുത്തു. എന്ന് പറഞ്ഞാൽ കാനൂൻ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇതുവരെ ഒരു SIT ടീം രൂപീകരിച്ചിട്ട് അങ്ങനെ ഒരു എൻക്വയറി നടന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒരു വക്കീൽ കൂടെ നിൽക്കുക, വക്കീൽ കൊണ്ടുപോയിട്ട് സാക്ഷിനെ കൊണ്ടുപോയി പോലീസിൻ്റെ നേരിട്ട് കൊണ്ടുപോയിട്ട് അവിടെ തന്നെ കാര്യം പറയുക, അവിടെ സ്പോട്ട് എവിടെ ചോദിക്കുക, അവിടെ എടുപ്പിക്കുക, ഈ പരിപാടി. എന്നാലും അതിന് ഒരു പ്രശ്നം അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ വക്കീലിനെ ഈ എടുക്കാൻ സമയത്ത് പുറത്ത് നിർത്തുമായിരുന്നു, മീഡിയക്കാരെ പുറത്ത് വെക്കുമായിരുന്നു, ആരെയും കാര്യം പറയാൻ വിടുന്നില്ലായിരുന്നു. ഇങ്ങനെ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ട് അന്നേരം തുടങ്ങി നമുക്കെല്ലാം ഡൗട്ട് ആയിക്കൊണ്ട് അന്നേരം നമ്മൾ സൗജന്യപ്ര പോരാട്ടക്കാർ മുമ്പിൽ വന്നു, ഇത് ശരിയല്ല, ഇത് വക്കീലന്മാരെ ഇവർ കുരങ്ങളിപ്പിക്കുന്ന പരിപാടി ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. നമ്മൾ 3 ദിവസം കൊണ്ട് വന്ന് എന്തൊക്കെ ഐറ്റം കിട്ടിയെന്നൊന്നും പറയുന്നില്ല, വെളി വിടുന്നില്ല. ഇങ്ങനെയായിട്ട് ഇന്നലെ സൗജന്യ പോരാട്ടക്കാരെ വിളിച്ചായിരുന്നു. ഏതാ വക്കീൽ വിളിച്ചു, കാര്യം പറഞ്ഞു. സംഭവം എന്താണെന്ന് പറഞ്ഞ് സൗജന്യ പോരാട്ടക്കാരെ ടാർഗറ്റ് ചെയ്തു. ആ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നാമെന്ന് പറഞ്ഞാൽ അതിനകത്ത് മഞ്ജുനാഥ എന്ന് പറഞ്ഞിട്ട് സർക്കിൾ ഇൻസ്പെക്ടർ, അത് സിർസിലെ സ്റ്റേഷനിലായിരുന്നു. അന്നേരം ഈ ഒരു ടീമിനകത്ത് പറഞ്ഞ ഈ ദക്ഷിണ കന്നഡ എന്ന് പറഞ്ഞ് ഇവിടുത്തെ ആരും എടുത്തിട്ടില്ല. ഇടീ കർണാടകത്തിൽ എല്ലായിടത്തും തപ്പി എടുത്തേക്കുന്നത്. അത് എൻ്റെ കണക്കിന് പറയുകയാണെങ്കിൽ മോന്തി സാറ് എടുത്തിയല്ലെന്ന് തോന്നുന്നത്, ഗവൺമെൻറ് തന്നെ കൊടുത്താന്ന് തോന്നുന്നത്. ഇപ്പം ഞങ്ങൾക്കൊന്ന് വിശ്വാസമുള്ളത് ആ ഡയറക്ടറിനെ, അതിൻ്റെ അകത്ത് മോന്തി സാറിനെ ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. ആ പുള്ളീൻ്റെ ക്യാരപ്പിലല്ലെന്ന് തോന്നുന്നത്, ഇത് ബാക്കിയുള്ളവർ എടുത്തിട്ട് ഇതിനകത്ത് കൊടുത്താന്ന് തോന്നുന്നത്. ഈ ഒരു പുള്ളി ഇന്നലെ, അതായത് ആഗസ്റ്റ് 1-ാം തീയതി എന്ന് പറഞ്ഞത്, ഞാൻ ന്യൂസിൽ വന്നത് ആഗസ്റ്റ് 1-ാം തീയതി ഇവനെ പേടിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ നീ മുമ്പിലോട്ട് ഇതെല്ലാം എടുത്തു കഴിഞ്ഞെങ്കിൽ ജയിലിൽ പോവും, ജയിലിൽ നിന്ന് പുറത്ത് വരികയില്ല, അവിടെ ഞങ്ങൾ തന്നെ ഉള്ളൂ, നിന്നെ എന്തും ചെയ്യും, ഇങ്ങനെ ഒരു. പിന്നെ ഒരു സൈഡ് ഞങ്ങൾക്കൊരു ചെറുതായിട്ട് വന്നതെന്ന് പറഞ്ഞെങ്കിൽ എന്നെ ടാർഗറ്റ് ചെയ്തേക്കുക എന്ന് പറഞ്ഞെങ്കിൽ ആദ്യമേ സൗജന്യ വീരേന്ദ്ര ഹെഗ്ഡേനെ ഈ വന്ന പുള്ളി വീരേന്ദ്ര ഹെഗ്ഡേനെ ജയിലിൽ ഇട്ടില്ലെങ്കിൽ ഞാൻ ആ പുള്ളീനെ കൊല്ലുമെന്ന്, ഞാൻ പുള്ളീനെ കൊന്ന് ആ സൗജന്യൻ്റെ മൃതദേഹം അവിടെ കിട്ടി അവിടെ ഇടുമെന്ന് പുള്ളി പറയുന്നത്. ഒന്ന്. രണ്ടാമത് എന്താ പറഞ്ഞെങ്കിൽ അന്ന് അസ്ഥി കൂടെ എടുത്തുകൊണ്ട് പോയത് അത് ഞാനേ എടുത്തുകൊണ്ട് പോയെന്ന്. ഇത് ഇന്നല്ല, എനിക്ക് ഒരു 15 ദിവസം ബാക്ക് മനസ്സിലായിട്ടുണ്ട്. ചില മീഡിയ എന്ന് പറഞ്ഞാൽ ഒരു പവർ TV, പിന്നെ കാല ന്യൂസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചില TVക്കകത്ത് ഞാൻ തന്നെ അത് എടുത്തുകൊണ്ട് വന്ന് ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരുന്നു. താങ്കൾ കൊടുത്തിട്ടാണ് ആ അസ്ഥികൂടം കൊണ്ടുപോയത് എന്നാണ് പറയിപ്പിക്കുന്നത്. പറയിപ്പിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് എന്താ, അവൻ അവിടുത്തെ സ്പോട്ടും പറയുന്നുണ്ട് എവിടെ, അത് എനിക്ക് തന്നെ അറിയാം എവിടെയെന്ന് അറിയാലോ. അവൻ അവിടെ പറഞ്ഞിട്ട് മാജരായി അവിടെ നിന്ന് മണ്ണ് എടുത്തുകൊണ്ട് പോയി, മണ്ണും ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നേ. ഇന്നിപ്പോൾ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ആ മഞ്ജുനാഥ് പറഞ്ഞ് ഇന്നലെ പേടിപ്പിച്ചിട്ട് അവൻ്റെ ഇങ്ങനെ വീഡിയോ ക്ലിപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ പോയി. ഞാൻ ചോദിക്കും, വന്നിട്ട് 10 ദിവസം ആയില്ല ഒരു ടീമിനകത്ത്. അതിന് മുമ്പ് അവന് കാലുവേദനയെന്ന് പറഞ്ഞിട്ട് അവൻ ബാംഗ്ലൂർ പോയെന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന് പറഞ്ഞ് ഇന്നലെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അവൻ പോയി ഇവിടെ. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചില മീഡിയകളുണ്ടല്ലോ, അവരുടെ കാലിൻ്റെ സ്പോട്ടിൽ വെച്ചിട്ടാണോ അതോ ഇവരുടെ ക്യാമ്പിൽ വെച്ചിട്ടാണോ ഈ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്? അവൻ്റെ ക്യാമ്പിൽ വെച്ചെന്ന് വക്കീലിന് റൂമിനോട് വന്ന് റൂമിൽ വിട്ടില്ല. 1 മിനിറ്റ് 2 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവനെ പേടിപ്പിച്ച് അവിടെ വെച്ചാൽ വീഡിയോ ചെയ്തേക്കുന്നത്. എന്നിട്ട് അവൻ പോയേക്കുന്നത്. അതെന്തിനു വേണം? നമ്മൾ ചോദിക്കുന്നത് നേരെ ഇത് ചെയ്യണം. ഒരു മീഡിയക്കാരും വിടുന്നില്ല. ഇനി നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നേരെ മീഡിയക്കാർ വേണം അവിടെ. മീഡിയക്കാർ നേരെ അത്ര ദൂരം നിർത്തിയേ പറ്റുള്ളൂ. നേരെ പാരദർശകമായിട്ടിരിക്കണം. ഇത് പാത്തുമറച്ചും ചെയ്യുന്ന പരിപാടിയല്ല. അവിടെ നമ്മൾ വക്കീലും കാണണം. ഇവൻ്റെ കൂടെ ഇവനെ പേടിപ്പിക്കുന്നു. എന്തിനു പേടിപ്പിക്കുന്നത്? ആരെ ടാർഗറ്റ്?
ഞങ്ങളിപ്പോൾ 13 വർഷം കൊണ്ട് ഫൈറ്റ് ചെയ്ത് തെറ്റാന്നോ ചോദിക്കാൻ പാടില്ലയോ? ഈ ക്യാമ്പിൽ ദൈമ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ മുഴുവൻ സമയവും ഇവരുടെ കൂടെയുണ്ട്. അപ്പോൾ ദൈമയുടെ അറിവ് ഇല്ലാതെയാണോ ഈ ചിത്രീകരണം നടന്നിരിക്കുന്നത്? അതിപ്പം വേണ്ട, അതിന് വേണ്ടിയിട്ട് എൻക്വയറി ചെയ്യണം. ഇവനെ എൻക്വയറി ചെയ്യണം, മൊബൈൽ ടെസ്റ്റ് ചെയ്യണം, അവനെ ഇതിൽ കഴിഞ്ഞ് എടുത്തു കളഞ്ഞിട്ട് മോദി സാറിൻ്റെ നേതൃത്വം തന്നെ ടീം റെഡി ആവണം. ഇല്ല അയാൾ പുള്ളീനെ പേര് പോകും. ഇപ്പോൾ നല്ലൊരു ടീമായിരുന്നു, അന്ന് ഇങ്ങനെയുള്ളവർ ഇങ്ങനെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ ആദ്യം പറഞ്ഞായിരുന്നു ഇത് വലിയൊരു ടീമാണ്, ഇതിൻ്റെ കളിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞു ദേശത്തിന് സ്വാതന്ത്ര്യം കിട്ടി, എന്നാൽ ധർമ്മസ്ഥല ഗ്രാമത്തിന് സ്വാതന്ത്ര്യം കിട്ടിയില്ല. അത് ഇന്നലെ കിട്ടിയെന്ന് പറഞ്ഞു. അതുപോലെ മഞ്ജുനാഥ ഗൗഡയ്ക്കെതിരെയാണ് പരാതി വന്നിരിക്കുന്നത്. കാരണം ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ സാക്ഷിയെ പരാതി പിൻവലിക്കാൻ നിർബന്ധിച്ചു എന്നാണ് ആരോപണവും. ധർമ്മസ്ഥലിൽ നിന്ന് സരീഷ് പൈക്കാണ് വിവരങ്ങൾ നൽകിയത്.